വൈജ ഒരുത്തിനെ പ്രേമിച്ച് അവന്റെ കൂടെ കുറച്ചുനാൾ ഒന്നിച്ച് ജീവിച്ചെന്നും ഗർഭിണിയായെന്നും ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നും ഒരാൾ കൂടി അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ. അതറിഞ്ഞ ശേഷമാണ് അവന്റെ വൈജയോടുള്ള പെരുമാറ്റത്തിൽ ചേഞ്ച് വന്നത്. അതറിഞ്ഞിട്ടാ അവന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയത്. ബാലചന്ദ്രൻ അറിഞ്ഞെന്ന് വൈജയോട് പറഞ്ഞ മോനെ? ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ അന്ന് മുറിയും അവര് തമ്മിലുള്ള ബന്ധം അന്ന് നഷ്ടപ്പെടും. വൈജയ്ക്ക് ആ വീടും ഭർത്താവും സ്വന്തം മക്കളെയും. വൈജ പിന്നെ ജീവനോട് ഇരിക്കുമേ? ഭഗവാനെ, എനിക്കിനി ജീവിച്ചിരിക്കണ്ടേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ ബാലചന്ദ്രൻ ഈ കളിയെല്ലാം കളിക്കുന്നത്. അവനെ തോപ്പിക്കാൻ വൈജ നോക്കിയാൽ സാധിക്കൂ? ബാലചന്ദ്രൻ ഒറ്റ വാക്ക് മതി അവളെ നിലംപരിശാക്കാൻ. അതവൻ ബോംബ് പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കെ ഉള്ളിൽ. വൈജയുടെ അഹങ്കാരവും കലിനുള്ളിലും അർമാദവും ഒക്കെ അതിന്റെ ഉച്ചിയിലെത്തുമ്പോ പൊട്ടിക്കാൻ. അപ്പോ അവൾ എന്താ ചെയ്യേണ്ടത്? താഴണം, അടങ്ങണം. ആദ്യം നല്ല ഭാര്യയാകണം, പിന്നെ നല്ല അമ്മയാവണം, ഒരു നല്ല കുടുംബനാഥയാവണം. എങ്കിൽ മാത്രമേ ബാലചന്ദ്രന്റെ കയ്യിലിരിക്കുന്ന ബോംബ് നനഞ്ഞ പടക്കം പോലെ നീറി പോകത്തുള്ളൂ. അതിന് അവളെ കൊണ്ട് പറ്റുക, അവളുടെ സ്വഭാവത്തിന്. അതാ പറഞ്ഞത്, സ്വഭാവം മാറണം. അലീന ബാലചന്ദ്രന്റെ മകളാണെങ്കിൽ അത് മനസ്സാ അംഗീകരിച്ച് സ്വന്തം മകളായി കരുതി സ്നേഹിച്ചു തുടങ്ങണം വൈജയന്തി. അതല്ലാതെ വേറൊരു വഴിയില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞെല്ലാം നാട് നീളെ വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. അവൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമല്ലോ. അന്ന് മുതൽ അവളെ യുദ്ധം വീണ്ടും ആരംഭിക്കും. അവളുടെ കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കാതെ അമ്മയും കൂടി ചേർന്ന് അവളെ തണുപ്പിക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് ഒന്നും ചോർന്നു പോകാതെ നോക്കുകയും വേണം. എന്തെങ്കിലും ചോർന്നു പോയാൽ അമ്മയ്ക്കറിയാലോ, ആ കുടുംബം പിന്നെ ബാക്കിയില്ല. 2-3 ദിവസത്തിനകം തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. പക്ഷെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വൈജയുടെ അവസ്ഥ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ഗംഗേട്ടന് ജോലിക്ക് പോകണ്ടല്ലോ, റിട്ടയർമെന്റ് ലൈഫ് അല്ലേ. എനിക്ക് ശിവേട്ടൻ തിരിച്ചു പോയല്ലേ പറ്റൂ. ജോലി കണ്ടിന്യൂ ചെയ്യണ്ടേ? എടുത്ത ലീവിനൊക്കെ ഇനി വേറെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. എടാ, മാലതി പോനെ നിൽക്കുക. ഞാൻ ചെന്നിട്ട് വേണം അവൾക്ക് നീലഗിരിക്ക് വരാൻ. 3 മാസമായി വീട് വിട്ടു പോയിട്ട്. ഗംഗേട്ടൻ അടച്ചുപൂട്ടി പോയതൊന്നുമല്ലല്ലോ. സെർവൻസ് ഇല്ലേ, ഗാർഡൻ നനയ്ക്കാനും വീട് തൂത്തുടയ്ക്കാനും. ഞങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടമാ. നിങ്ങൾ ജോലി കളഞ്ഞ് നിൽക്കണമെന്നല്ല പറഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ടോട്ടൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയ ശേഷം വേണ്ടേ പോകാൻ. അത് ഗംഗേട്ടൻ നോക്കിയാലേ നടക്കത്തുള്ളൂ. ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കാൻ ഗംഗേട്ടൻ തന്നെയാണ്. അതുപോലെ തന്നെ വൈജയുമായിട്ട്. താടിയലിന്റെ ഭാഗത്തെ സർജറി കഴിഞ്ഞതോടെ അവൾക്ക് സംസാരിക്കാമെന്നായിട്ടുണ്ട്. തീരെ പതിയെ. ഹെവി ബാൻഡേജും ക്ലിപ്പിംഗും മാറ്റിയല്ലോ. വൈജിയോട് സംസാരിച്ച് അവൾക്കൊരു പദം വന്നിട്ട് ഗംഗേട്ട പോവാവും. ബാലേന്ദ്രനുമായിട്ട് കോംപ്രമൈസ് ആയെന്ന് ഞങ്ങൾ പറഞ്ഞ അവള് വകവെച്ച് തരത്തില്ല. ഗംഗേട്ടൻ പറഞ്ഞ അവളൊരു ഒറ്റ അക്ഷരം മറുത്തു പറയത്ത്. അതൊക്കെ മാറി. കഴിഞ്ഞ തവണ അവൾ എന്തൊക്കെ പറഞ്ഞു. ഒരു അടി കൊടുത്താ ഞാൻ അവളുടെ വായടച്ചത്. ശരിക്കും പറഞ്ഞ അലീനയോ ബാലേന്ദ്രനോ അല്ല, വൈജയാണ് നമ്മുടെ തലവേദന. സകല പ്രശ്നങ്ങളുടെ ആണിക്കല്ല് അവൾ ഒരുത്തിയ. എന്താ സംശയം? ആ പെങ്കൊച്ച് വൈജയുടെ വെറുപ്പും ഊരും വഴക്കും എല്ലാം സഹിച്ചില്ലേ? അതാരാണെന്ന് അറിയാമായിരുന്നിട്ട് വൈജയല്ലേ കുത്തിയിളക്കി ഇത്രത്തോളം പെരുപ്പിച്ചത്. അങ്ങോട്ട് ചെന്ന് ചൊറിയാതിരുന്നെങ്കിൽ അലീനൊരു ദാസിയെ പോലെ ആ പിള്ളേരെ പൊന്നുപോലെ നോക്കി എല്ലാവർക്കും വെച്ചു വിളമ്പി ആ വീടും തൂത്തു തുടച്ച് ഒതുങ്ങിക്കഴിഞ്ഞാണ്. അങ്ങനെ കഴിയാനുള്ളവൾ അല്ലടാ അവള്. ഫെയ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, സത്യം എന്ന് പറയുന്നത് തെളിച്ചു വെച്ച വിളക്ക് പോലെ. ഇരുട്ട് പരക്കുമ്പോ അത് എവിടെയുണ്ടെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ സംസാരിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ ശിവേട്ടനോട്. ബാലേന്ദ്രനുമായിട്ട് നിങ്ങൾ ഒത്തുതീർപ്പിലായെങ്കിൽ നമ്മൾ എന്നതിനാ അവന്റെ പിള്ളേരെ ഇവിടെ നിർത്തി ചെലവിന് കൊടുക്കുന്നത്? ഞാനേ അങ്ങനെ ഒരു വഴിപാട് നേർന്നിട്ട് വൈജയുടെ മക്കളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് 16 ദിവസം ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുത്തേക്കാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. ഞാൻ വേണമല്ലോ എല്ലാത്തിനും വെച്ച് വിളമ്പി കൊടുക്കാൻ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പാലാ ബസ് സ്റ്റാൻഡിൽ ചെന്ന് രാമപുരം വഴി 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. അവിടെ ചെന്ന് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സ്വസ്ഥമായിട്ടിരിക്കും. ഇവിടത്തെ കാര്യം ഞങ്ങൾ നോക്കും. ഫോണെടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, വീട്ടിൽ കൊണ്ടുവന്ന് തരും. 4 നേരം ഭക്ഷണം. അപ്പോഴാണ് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള ഭീഷണിയും കൊണ്ടുവരുന്നത്. ശിവേട്ടൻ പഠിച്ചു. ഇനി എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നേ? നമുക്ക് നമ്മുടെ വഴിക്കുവോ? എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് ഭവിത. ചെറുതൊന്നുമല്ല, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ അട്ടിമറിയും ആസൂത്രണൊക്കെ ആണെങ്കിൽ CBI അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ NIA. നമുക്ക് ഇനി ഇതിൽ ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ എങ്ങനെ വെട്ടിവേഷം കെട്ടിച്ചിട്ട് എല്ലാരും കൂടെ നല്ലവരായാൽ അതും മോശമല്ലേ? കഴിഞ്ഞതെല്ലാം മറന്നിട്ട് തോള് കയറ്റി നടക്കണം ഇന്ത്യയോടും പാകിസ്ഥാനോടും പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ആ രീതിയിലല്ലേ ഇപ്പൊ നമ്മളോട് എല്ലാരും പറയുന്നത്. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് മറക്കാൻ പറ്റുന്ന ഒന്നുമല്ലല്ലോ എല്ലാം. അലീനയോടുള്ള എന്റെ ശത്രുത ഇനിയുള്ള കാലത്തോളം ഞാൻ മറക്കിയരാ. ബബിത പറഞ്ഞതിലും ഒരു പോയിന്റ് ഉണ്ട്. ഒറ്റ രാത്രി. ശരിയല്ലേ? ഒറ്റ രാത്രി കൊണ്ടാ എല്ലാം തലകീഴായി മറിഞ്ഞത്. അതിനൊരു കാരണം വേണ്ടേ? അത് മനസ്സിലാവണമെങ്കിൽ രാത്രിയിൽ എന്താ സംഭവിച്ചെന്ന് അറിയണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇത് ക്രൈം ത്രില്ലർ ഒന്നുമല്ലല്ലോ. ക്രൈം നടന്ന രോഹിത്തെ എല്ലാരും ചേർന്ന് നമുക്കെതിരെയാണ് ക്രൈം നടത്തിയെന്ന് മാത്രം. ഇവിടെ യഥാർത്ഥത്തിൽ വിക്ടിംസ് ആയത് നമ്മൾ തന്നെ. ശരിയാണെന്ന് വെച്ചോ, പക്ഷെ നമ്മൾ അതിന്റെ പേരിൽ ആരെ ശിക്ഷിക്കും? നമ്മുടെ അച്ഛനമ്മമാരെ ശിക്ഷിച്ചില്ലെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാലോ. നമ്മളെ ഇത്ര നാളും വിട്ടിവേഷം കെട്ടിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാരും മലക്കം പറഞ്ഞത് എന്തിനാണെന്ന് നമുക്ക് അറിയണ്ടേ? നമ്മൾ ചോദിച്ച ആരെയും സത്യം പറയോ? കുറെ സാരോപദേശം കൂടി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കും. അതാ പറഞ്ഞത്, നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന്. ഇനി വനിതാ ഡിറ്റക്റ്റീവിന്റെ വേഷം കൂടി കേട്ടാൻ ഞാനില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിച്ചോ. വാ. ടോണി വന്നു കേട്ടോ. നീ എന്താടാ ഇന്നലെ വരാതിരുന്നത്? ഞങ്ങൾ പാതിരി അവരെ നിന്നെ നോക്കിയിരുന്നു. വരികയില്ലെങ്കിൽ അക്കാര്യം ഒന്ന് വിളിച്ചു പറയണ്ടടാ. വീട്ടിലിരിക്കുന്നവർ എന്ത് വിചാരിക്കും? അതിന് വീട്ടിലിരിക്കുന്നവരെ പറ്റി ഇവന് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഞാൻ പിന്നെ വേറെ ആരെ പരിചിതിക്കാനാവും. 3 വെച്ച് ഫോൺ കംപ്ലൈന്റ് ആയി പപ്പ. അതുകൊണ്ടാ വിളിക്കായിരുന്നേ. ഇവിടെ വന്നിട്ട് റിപ്പയർ ചെയ്യാന്ന് കരുതി. നീ മൂന്നാറിൽ പോയോ? അതെന്നാത്തിനാ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. എന്തൊരു തണുപ്പാ അവിടെ നിന്ന് ചോദിച്ചാ.
അസ്ഥി പോലും മരിച്ചു പോകും. ഇവിടെ ഇപ്പം രാത്രിയിൽ നല്ല തണുപ്പാ. മകരമാസം ആകാറായില്ലേ? മമ്മി എന്നൊരു ചൂട് ചായ എടുക്കുക. കുളിച്ചിപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ എടുക്കാം. പാലാരി വിട്ടത്ത് നീ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ടോണി? പിന്നെ അറക്കേപ്പറമ്പിലെ ഔസേപ്പേട്ടന്റെ മകൻ ജോബി അവിടെയല്ലേ? അവരെ ഞാൻ അറിയുന്നതല്ലേ. എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ പാലാരി വിട്ടത്തുനിന്ന് ഫോൺ വിളിച്ച് നിന്നെ അന്വേഷിച്ചു. വിളിച്ചയാളുടെ പേര് പറഞ്ഞില്ലേ? ഇല്ല, ഒരു പെണ്ണാ വിളിച്ചു. പെണ്ണോ? ആണായാലും പെണ്ണായാലും വിളിക്കുന്ന ആളെ പേര് പറയണ്ടേ പപ്പ? അതല്ലേ മര്യാദ. ഞാൻ അവളോട് പലവട്ടം ആരാ വിളിക്കുന്നത്, ടോണിയുമായിട്ടൊരു ബിസിനസ് കാര്യം സംസാരിക്കാനാണെന്ന് മാത്രം പേര് പറഞ്ഞു. ഊരും പേരും പറയാത്തവരുടെ ഫോണ് അപ്പൊ തന്നെ കട്ട് ചെയ്യണം പാപ്പ. പേര് പോലും പറയാത്തവരുമായിട്ട് എന്ത് ബിസിനസ് സംസാരിക്കാനും? ഞാനെന്താ വല്ല കള്ളക്കടത്തുകാരനാണോ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കള്ളക്കടത്തിന് പോവോ? മമ്മിക്ക് അറിയാൻ മേലാത്തോണ്ടാ ഇപ്പൊ സകല ഉടായ്പിനും ആണുങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. എടാ, എനിക്കൊരു സംശയം. ഷെറിന്റെ കാര്യത്തിൽ വല്ല ഒത്തുതീർപ്പിന് വേണ്ടി ആരെങ്കിലും വിളിക്കുന്നതാണോ? ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി പല സ്ഥാനങ്ങളിലും സ്ത്രീകളുണ്ടല്ലോ. അവരെ കൊണ്ട് മധ്യസ്ഥം പറയിക്കാനായിരിക്കും നോക്കുന്നത്. എന്റെ ബലമായ സംശയം അത് തന്നെയാണ്. പാലാരി വെട്ട അതിന് പഞ്ചായത്താണോ പപ്പ? ഇത് വേറെന്തോ കള്ളക്കളി. എന്നാ കളിയാണെങ്കിലും നീ അതിന് തല വെച്ച് കൊടുക്കരുത് ടോണി. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഇനി ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞാൽ പോലും ഷെറിനെ ഞാൻ ഈ വീട്ടിൽ കയറ്റുകയില്ല. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണോ മമ്മി ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത്? അതിന്റെ കാരണവും ഞാൻ അവരോട് പച്ചയ്ക്ക് പറഞ്ഞു. ജീവനുള്ള കാലത്തോളം ഞാൻ ഇനി എന്റെ തീരുമാനം മാറ്റും. മമ്മി, എനിക്കൊന്ന് ഉറങ്ങണം. തണുപ്പ് കാരണം എന്തായാലും ഉറങ്ങാനേ പറ്റില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ. വീട് തന്നെയാണോടി? നമുക്ക് കിട്ടിയ അടയാളം വെച്ച് നോക്കിയാ ഇത് തന്നെയാ. ഏതായാലും നമുക്ക് ധൈര്യമായിട്ട് കയറിച്ചെന്ന് ചോദിക്കാം. നീ എന്നെ ആദ്യം ചെല്ല്. അങ്കിളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയണം. ചോദിക്കാം. അറിയാൻ പറ്റുമെന്ന് തീർച്ചയില്ല. അത് അവര് പറയുന്ന മറുപടി പോലെ ഇരിക്കും. ഞാനൊരുപാട് വർത്താനം പറയുന്നതും ചോദ്യം ചോദിക്കുന്നൊന്നും ശരിയാവില്ലല്ലോ. അഹങ്കാരിയാണെന്ന് അവർക്ക് തോന്നുന്നു. എന്താ തെറ്റ്? നീ അത് തന്നെയാണല്ലോ. അങ്കിള്, വെല്ലടിക്ക്. ആരാ? മനസ്സിലായില്ല. ഞാൻ അല്ല, ഞങ്ങൾ ടോണി ഒന്ന് കാണാമെന്നാ. ടോണിയുമായിട്ട് എങ്ങനെയാ പരിചയം? ടോണിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതെ. ഇത് മകളായിരിക്കും അല്ലേ? അതെ. കേറുവാ. ആ. നിങ്ങൾ ഇരിക്കെ. അല്ല, ടോണി വിളിക്കാം. എടീ, നിങ്ങൾ വിളിച്ചായിരുന്നോ? ടോണി എണീറ്റില്ലേ? ഇല്ല, വിളിക്കണോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ വിളിക്കാവൂന്ന് പറഞ്ഞിട്ടല്ലേ കിടന്നത്? ഞങ്ങൾ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിന് ആന്റി. അവൻ 2-3 ദിവസമായിട്ട് യാത്രയില്ല. അതാ ഈ സമയത്ത് ഉറങ്ങുന്നത്. എന്നെ കാണാൻ വന്നതാണോ? അതെ, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എനിക്ക് നല്ല പരിചയം തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. അതിന് കുഴപ്പമില്ല. പക്ഷേ അതിനൊരു കാരണം വേണമല്ലോ. ടോണിയോട് ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണോ പാലാരി വട്ടത്തുനിന്ന് ഫോൺ വിളിച്ചത്? അതെ, ഞങ്ങളുടെ വീട് അവിടെയാ. ഫോണിൽ കേട്ടപ്പോ നിന്റെ സ്വരം പോലെ അല്ലല്ലോ തോന്നിയത്. ഞാനല്ല, ആന്റിയാ വിളിച്ചത്. എനിക്ക് നിങ്ങളാരെയും പരിചയമില്ല. പിന്നെന്തിനാ നിങ്ങൾ കുടുംബത്തോടെ എന്നെ അന്വേഷിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാ. അതും പേഴ്സണലായിട്ട് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇവരെന്റെ അപ്പനും അമ്മയും എന്ത് കാര്യമായാലും ഇവരും കൂടി കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ അധികം രഹസ്യങ്ങളുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ രഹസ്യം പറയാനുണ്ട്. അത് ടോണിയോട് മാത്രമായിട്ട് പറയാനുള്ളതാ. പിന്നീട് നിങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. തൽക്കാലം എന്തായാലും കോൺഫിഡൻഷ്യൽ ആയിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കും. അതിനുവേണ്ടി മാത്രം ഇത്ര ദൂരെ യാത്ര ചെയ്തു വന്നത്. ആരാ വന്നത്? മുമ്പൊരു ദിവസം നിന്നെ തിരക്കി വന്ന ആളാ. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കളഞ്ഞു അല്ലേ? ഞാൻ അവളെ കല്യാണം കഴിച്ച ശേഷം വീട്ടുകാർ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി. എങ്ങോട്ട് മാറ്റി? എന്താ, പോയി ഏറ്റെടുത്ത് വളർത്തണോ? ടോണി ചേട്ടനെ പിടിച്ച് നമുക്ക് ഷെരൻ ചേച്ചിയുടെ കുഞ്ഞിന്റെ അടുത്ത് എത്താമല്ലോ.